ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലാസിക് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഷമാം വെച്ചിട്ട് നല്ലൊരു ഷേക്കാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ ഇത് ഡെഫിനറ്റായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. സമ്മറിനൊക്കെ കുടിക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കാണിത്. അതേപോലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് അവർക്ക് ഒരു വെൽക്കം ഡ്രിങ്കായിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ഞാനിന്ന് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എപ്പോഴും പറയുന്ന പോലെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് കസ്റ്റാർഡ് ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ 1.5 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 1/2 കപ്പ് പാലിൽ 1 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്ത ആ ഒരു മിക്സ് കൂടി ഒഴിക്കാനായിട്ട് ഉണ്ട്. അപ്പം ആദ്യം ഇതൊന്ന് ചൂടായി വരുന്ന സമയത്താണ് നമ്മൾ ഒഴിക്കുന്നത്. മൊത്തം 2 കപ്പ് പാലാണ് നമുക്ക് വേണ്ടത്. അപ്പം ഞാൻ ഈ ഒരു സമയത്ത് ഇതൊന്ന് ചൂടായി വരുന്ന സമയത്താണ് നമ്മൾ ആ ഒരു കസ്റ്റാർഡ് മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നും കൂടാതെ തന്നെ നമുക്കിതൊന്ന് തിളപ്പിച്ച് എടുക്കണം. 1 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. വളരെ തിന്നായിട്ടുള്ള ഒരു കസ്റ്റാർഡ് മിക്സാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിടാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടിയതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ മിൽക്ക് ഷേക്ക് റെഡിയാക്കി എടുക്കുന്നത്. ഇവിടെ ഞാനൊരു പകുതി ഷമാമാണ് എടുത്തിരിക്കുന്നത്. മസ്ക് മെലണിൻ്റെ പകുതി ഭാഗം അതൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ മിക്സിയുടെ വലിയ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഷമാം കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും തൊലി നന്നായിട്ട് കളയാൻ നോക്കുക, ഇല്ലെങ്കിൽ ഒരു കയ്പ്പ് രസം വരാൻ സാധ്യതയുണ്ട്. 8-10 ബദാം തൊലി കളഞ്ഞതുകൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ തണുപ്പിച്ചെടുത്ത ആ കസ്റ്റാർഡ് മിക്സും 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് നല്ല രീതിയിൽ അടിച്ചെടുക്കണം. നമുക്ക് ഷമാമിൻ്റെ പീസസൊക്കെ നന്നായിട്ട് അടിഞ്ഞ് കിട്ടണം. ഇനി ഇതിലേക്ക് 2 സ്കൂപ്പ് വാനില ഐസ്ക്രീം കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് സെർവ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ സബ്ജ സീഡ്സ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 1 ടേബിൾ സ്പൂൺ വീതം 2 ഗ്ലാസ്സിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ മിൽക്ക് ഷേക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഷമാം മിൽക്ക് ഷേക്ക് ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്സ് കൂടി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.